ചന്ദ്രശേഖർ ആസാദിന് വെടിയേറ്റു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആ വാർത്തയിലേക്ക് പോകാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദിന് വെടിയേറ്റു. 4 തവണ ആക്രമി സംഘം തീർത്തുന്ന ദൃക്സാക്ഷികൾ. ചന്ദ്രശേഖർ ആസാദ് അപകടനില തരണം ചെയ്യുന്ന ഡോക്ടർമാർ. ആക്രമണം യുപിയിലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ. ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം ചാന്ദ്രയാൻ 3 വിക്ഷേപണം ജൂലൈ 13. വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന്. വിക്ഷേപണ വാഹനം മെയ് 26 ശ്രീഹരിക്കോട്ടയിൽ എത്തിച്ചു. 2019 നടക്കാതെ പോയ സോഫ്റ്റ് ലാൻഡിംഗ് ഇത്തവണ നടത്തുന്നതിനുള്ള ശ്രമത്തിൽ ISRO. പ്രധാനമന്ത്രിയുടെ ഏക സിവിൽ കോഡ് പരാമർശത്തിൽ എതിർപ്പ് ശക്തമാകുന്നു. നിയമ കമ്മീഷന് മുന്നിൽ ശക്തമായ എതിർപ്പറിയിക്കുമെന്ന മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. എതിർപ്പുമായി കോൺഗ്രസും മുസ്ലിം ലീഗും. ഭരണഘടനയെ ബഹുമാനിക്കുന്നവർ എതിർക്കില്ലെന്ന് വി മുരളീധരൻ. തിരുവനന്തപുരത്ത് മകളുടെ വിവാഹ ദിവസം അച്ഛനെ തലക്കടിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് വടശ്ശേരിക്കരക്കോണം സ്വദേശി രാജു. കൊലപാതകം വിവാഹ ആലോചന നിരസിച്ചതിനാൽ പെൺകുട്ടിയുടെ മുൻ സുഹൃത്തടക്കം 4 പേർ പിടിയിൽ. പ്രിയ വർഗീസിന്റെ നിയമനവുമായി മുന്നോട്ട് പോകാമെന്ന കണ്ണൂർ സർവകലാശാലയ്ക്ക് നിയമോപദേശം. ചാൻസലറിനെ അറിയിച്ച നടപടികൾ തുടങ്ങാമെന്ന് സ്റ്റാൻഡിംഗ് കൗൺസിൽ. ഹൈക്കോടതി വിധിയോടെ ഗവർണറുടെ ഉത്തരവ് അപ്രസക്തം. സംസ്ഥാനത്ത് ജൂണിൽ ലഭിച്ച മഴയിൽ 60% കുറവ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഗൾഫിൽ ഇന്ന് ബലിപെരുന്നാൾ. ദുബായിലും ഷാർജയിലും മലയാളത്തിൽ ഈദ്ഗാഹുകൾ. കേരളത്തിൽ ബലിപെരുന്നാൾ നാളെ. സംസ്ഥാനത്ത് ഇന്നും നാളെയും പൊതു അവധി.